എറണാകുളം ജില്ലയിലാണോ നിങ്ങൾ വീട് നിൽക്കുന്നത് എങ്കിൽ കാക്കനാടിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം അകലെയായി കുഴുവേലിപ്പടിയിൽ നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന എല്ലാ വീട്ടിലും ആളുകൾ താമസമുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല 5 മീറ്ററും വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട വിരിച്ച റോഡുകൾ കാണാം. 2 സൈഡിലും വഴി വരുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. അത്യാവശ്യം ഭംഗിയുള്ള ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലും ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയാണ്. ഇൻ്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്ത് മനോഹരമാക്കിയാണ് മുറ്റമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. അത് ഇവിടെയാണ് വരിക. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും ഡോറിൻ്റെ ഡയറക്ഷൻ വടക്ക് ഭാഗത്തേക്കുമായാണ്. ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭ്യമാണ്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ളൊരു TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായി നിർമ്മിച്ചിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ്. നല്ല മനോഹരമായ വൈറ്റ് ടൈലുകളാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭ്യമാണ്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം മനോഹരമായി തന്നെയാണ് ആ ഒരു ഡൈനിങ് ഹാളിൻ്റെയും നിർമ്മാണം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റത്തെ യാത്ര മാത്രമേ ഉള്ളൂ. കൂടാതെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായ ഒരു പാർട്ടീഷനോടുകൂടി തന്നെയാണ് കിച്ചൻ്റെ ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഗ്രേ കളറിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെയായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായി കബോർഡ് വർക്കോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം മനോഹരമായ ഒരു കബോർഡ് വർക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുമ്പും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ്. ഇവിടെയെല്ലാം ഒരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള വിൻഡോകളെല്ലാം എല്ലാ സ്പേസിലും കൊടുത്തിരിക്കുന്നു. ഇവിടെയായി വിശാലമായൊരു ഹോളാണ് നമുക്ക് കാണാൻ കഴിയുക. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായൊരു ഹോള് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരിക. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്.
ഇനി നമുക്ക് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ്. കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം അകലെയായി കുഴിവേലിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന 3.600 സെന്റിൽ 1715 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.